ഹിരോഷിമ നാഗസാക്കി ദിന ക്വിസ്. ലോകത്തിലെ ആദ്യ അണുബോംബ് പരീക്ഷിച്ചത് ഏത് രാജ്യമാണ്? അമേരിക്ക. ലോകത്തിലെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്നത് എപ്പോഴാണ്? 1945 ജൂലൈ 16. ലോകത്തിലെ ആദ്യ അണുബോംബ് പരീക്ഷണത്തിന് എന്ത് പേരാണ് നൽകിയിരുന്നത്? ട്രിനിറ്റി. ട്രിനിറ്റി പരീക്ഷണ സ്ഫോടനത്തിൻ്റെ തീവ്രമായ ചൂട് മൂലം മരുഭൂമിയിലെ തറയിൽ രൂപപ്പെട്ട സവിശേഷമായ ഗ്ലാസ് പോലെയുള്ള പച്ചനിറത്തിലുള്ള ധാതു ഏതാണ്? ട്രിനിറ്റൈറ്റ്. ലോകത്തിൽ ആദ്യമായി ആണവ ബോംബ് ഏത് യുദ്ധത്തിലാണ് ഉപയോഗിച്ചത്? രണ്ടാം ലോകമഹായുദ്ധം. രണ്ടാം ലോകമഹായുദ്ധം എപ്പോഴാണ് ആരംഭിച്ചത്? 1939 സെപ്റ്റംബർ 1. രണ്ടാം ലോകമഹായുദ്ധം എപ്പോഴാണ് അവസാനിച്ചത്? 1945 സെപ്റ്റംബർ 2. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ആണവ ബോംബ് വികസിപ്പിക്കുന്നതിനുള്ള അതീവ രഹസ്യ പദ്ധതിയുടെ പേര് എന്തായിരുന്നു? മാൻഹാട്ടൻ പ്രോജക്റ്റ്. ആണവ ബോംബ് വികസിപ്പിക്കുന്നതിൽ കേന്ദ്ര പങ്കുവഹിച്ച വ്യക്തി ആരായിരുന്നു? ജെ. റോബർട്ട് ഓപ്പൻഹൈമർ. ആണവ ബോംബ് ആദ്യമായി ഉപയോഗിച്ച രാജ്യം ഏതാണ്? അമേരിക്ക. അമേരിക്ക ആദ്യമായി ആണവ ബോംബ് വർഷിച്ച രാജ്യം ഏതാണ്? ജപ്പാൻ. ജപ്പാനെതിരെ ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഹാരി എസ് ട്രൂമാൻ. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാന്റെ ഭരണാധികാരി ആരായിരുന്നു? ചക്രവർത്തി ഹിരോഹിതോ. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാന്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഹിദെക്കി ടോജോ. ജപ്പാൻ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏഷ്യ. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അമേരിക്ക ആണവ ബോംബ് ആക്രമണം നടത്തിയ 2 ജാപ്പനീസ് നഗരങ്ങൾ ഏതൊക്കെയായിരുന്നു? ഹിരോഷിമയും നാഗസാക്കിയും. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം? ഹിരോഷിമ. ഹിരോഷിമയിൽ ആണവ ബോംബ് വർഷിച്ചത് എപ്പോഴാണ്? 1945 ഓഗസ്റ്റ് 6. ഹിരോഷിമയിൽ വർഷിച്ച ആണവ ബോംബിന്റെ പേര് എന്തായിരുന്നു? ലിറ്റിൽ ബോയ്. ഹിരോഷിമയിൽ ആദ്യ ആണവ ബോംബ് പൊട്ടിത്തെറിച്ചപ്പോൾ അവിടത്തെ പ്രാദേശിക സമയം എത്രയായിരുന്നു? രാവിലെ 8:15 മണി.
ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം. യുറേനിയം 235. ലിറ്റിൽ ബോയ് ആണവ ബോംബിൽ എത്ര യുറേനിയം 235 ഉപയോഗിച്ചിരുന്നു? 64 കിലോഗ്രാം, 141 പൗണ്ട്. ഹിരോഷിമയിൽ ആണവ ബോംബ് വർഷിക്കാൻ ഉപയോഗിച്ച വിമാനം ഏത് വിഭാഗത്തിൽ പെട്ടതായിരുന്നു? B-29 ബോംബർ വിമാനം. എനോള ഗേ. ഹിരോഷിമയിൽ ആണവ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു? കേണൽ പോൾ W. ടിബറ്റ്സ് ജൂനിയർ. ഹിരോഷിമയിൽ അമേരിക്കൻ B-29 ബോംബർ വിമാനം ലക്ഷ്യമിട്ടിരുന്നത് ഏത് സ്ഥലത്തെയായിരുന്നു? അയോയി പാലം. ഹിരോഷിമയിൽ ആണവ ബോംബ് യഥാർത്ഥത്തിൽ പൊട്ടിത്തെറിച്ചത് എവിടെയായിരുന്നു? ഷിമ ആശുപത്രിക്ക് മുകളിൽ. രണ്ടാമത്തെ ആണവ ബോംബ് എവിടെയാണ് വർഷിച്ചത്? നാഗസാക്കി. നാഗസാക്കിയിൽ ആണവ ബോംബ് വർഷിച്ചത് എപ്പോഴാണ്? 1945 ഓഗസ്റ്റ് 9. 1945 ഓഗസ്റ്റ് 9 നാഗസാക്കിക്ക് പകരം ആദ്യം ആണവ ബോംബ് ആക്രമണത്തിനായി ലക്ഷ്യമിട്ടിരുന്ന ജാപ്പനീസ് നഗരം ഏതാണ്? കൊക്കൂറ. നാഗസാക്കിയിൽ വർഷിച്ച ആണവ ബോംബിന്റെ പേര് എന്തായിരുന്നു? ഫാറ്റ്മാൻ. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു. പ്ലൂട്ടോണിയം 239. നാഗസാക്കിയിൽ ആണവ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് എന്തായിരുന്നു? ബോക്സ്കാർ. നാഗസാക്കിയിൽ ആണവ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു? ചാൾസ് വില്യം സ്വീനി. ആണവ ബോംബാക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ബറാക് ഒബാമ. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകശാന്തിക്കായി രൂപീകരിക്കപ്പെട്ട സംഘടന ഏതാണ്? ഐക്യരാഷ്ട്രസഭ. ആണവ ബോംബ് സ്ഫോടനത്തിന്റെ കേന്ദ്രബിന്ദുവിന് നേരെ ഭൂമിയിലെ സ്ഥാനത്തെ എന്താണ് വിളിക്കുന്നത്? ഹൈപ്പോസെന്റർ അല്ലെങ്കിൽ ഗ്രൗണ്ട് സീറോ. 1945 ആണവ ബോംബ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ ഔദ്യോഗികമായി വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ജാപ്പനീസ് പദം ഏതാണ്? ഹിബാകുഷ. ഹിരോഷിമയിൽ ആണവ ബോംബ് ആക്രമണത്തിന് ശേഷം ആദ്യം പൂത്ത പുഷ്പം ഏതാണ്? അരളി. ഹിരോഷിമയിലെ ആണവ ബോംബാക്രമണ ഇരകളെ അനുസ്മരിക്കാൻ ആചരിക്കുന്ന വാർഷിക ദിനത്തിന്റെ പേര് എന്താണ്? ഹിരോഷിമ പീസ് മെമ്മോറിയൽ ഡേ.
ലോകത്തിലെ ആദ്യ ആണവ ബോംബിൻ്റെ ദുരന്തം നേരിട്ട് അനുഭവിച്ചവർ സമാധാനത്തിൻ്റെ പ്രതീകമായി സ്ഥാപിച്ച മ്യൂസിയം ഏതാണ്? ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം. 2-ാം വയസ്സിൽ ഹിരോഷിമ ആണവ ബോംബാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് വികിരണത്തിൻ്റെ ഫലമായി ലുക്കീമിയ ബാധിച്ച് 12-ാം വയസ്സിൽ മരണമടഞ്ഞ ലോക സമാധാനത്തിൻ്റെ പ്രതീകമായി മാറിയ ജാപ്പനീസ് പെൺകുട്ടി ആരാണ്? സദാക്കോ സസാക്കി. അണുബോംബ് ആക്രമണത്തെ അതിജീവിച്ച ശേഷം രോഗമുക്തിക്കും ലോകസമാധാനത്തിനുമായി 1000 പേപ്പർ കൊക്കുകൾ നിർമ്മിച്ച് ലോകമെമ്പാടുമുള്ള സമാധാനത്തിൻ്റെ പ്രതീകമായി മാറിയ ജാപ്പനീസ് പെൺകുട്ടി ആരാണ്? സദാക്കോ സസാക്കി. സദാക്കോ സസാക്കി സമാധാനത്തിൻ്റെ പ്രതീകമായി പേപ്പർ കൊക്കുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച ജാപ്പനീസ് കടലാസ് മടക്കുകലയുടെ പേര് എന്താണ്? ഒറിഗാമി. ഹിരോഷിമയിലും നാഗസാക്കിയിലും നടന്ന 2 ആണവാക്രമണങ്ങളെ അതിജീവിച്ച വ്യക്തി? സുതോമോ യമാഗുചി. നാഗസാക്കി സമാധാന പ്രതിമയിൽ ആകാശത്തേക്ക് ചൂണ്ടുന്ന വലത്ത് കൈ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആണവായുധങ്ങൾ ഉയർത്തുന്ന ഭീഷണിയും അപകടവും. 1945 സെപ്റ്റംബർ 2-ന് 2-ാം ലോക മഹായുദ്ധം ഔദ്യോഗികമായി അവസാനിപ്പിച്ചുകൊണ്ട് ജാപ്പനീസ് സാമ്രാജ്യം കീഴടങ്ങൽ രേഖകളിൽ ഒപ്പുവെച്ചത് ഏത് ചരിത്രപ്രസിദ്ധമായ യുദ്ധക്കപ്പലിൽ വെച്ചാണ്? USS മിസോറി. ആരാണ് ആറ്റോമിക് ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ജെ. റോബർട്ട് ഓപ്പൺഹൈമർ. ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് എന്ന് ആരെയാണ് വിളിക്കുന്നത്? എഡ്വേർഡ് ടെല്ലർ. വാർ ആൻഡ് പീസ് എന്ന കൃതിയുടെ രചയിതാവ് ആര്? ലിയോ ടോൾസ്റ്റോയ്. ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ് ആരാണ്? ഹോമി ജഹാംഗീർ ബാബ. ഇന്ത്യയുടെ ആദ്യത്തെ അണുബോംബ് ഏത് വർഷമാണ് പരീക്ഷിച്ചത്? 1974 മെയ് 18. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിൻ്റെ രഹസ്യനാമം എന്തായിരുന്നു? ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ ബോംബ് പരീക്ഷണം എവിടെയാണ് നടന്നത്? പൊക്രാൻ, രാജസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ ബോംബ് പരീക്ഷണ സമയത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ സ്ഫോടനത്തിൽ ഏത് മൂലകമാണ് ഉപയോഗിച്ചത്? പ്ലൂട്ടോണിയം 239. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണത്തിൻ്റെ രഹസ്യനാമം എന്തായിരുന്നു? ഓപ്പറേഷൻ ശക്തി. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ ബോംബ് ഏത് വർഷമാണ് പരീക്ഷിച്ചത്? 1998.